സാനിയ മനോമി കൂടി നമുക്ക് പോകുന്നുണ്ട്. സാനിയ മനോമി, മുൻപ് മണ്ണിടിച്ചിലുണ്ടായ കൊയിലാണ്ടി കുഞ്ഞോറ മലയിലേക്ക് നമ്മൾ എത്തുമ്പോൾ സാഹചര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നുണ്ടോ? അധികൃതർ അപകടമുണ്ടാകുമ്പോൾ, മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ ഒന്ന് ഇടപെടും, പിന്നീട് തിരിഞ്ഞു നോക്കുന്നുമില്ല. അതല്ലേ യഥാർത്ഥത്തിൽ നടക്കുന്നത്? അതായത് സുജയ, മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോൾ പറയുന്ന വാഗ്ദാനങ്ങളൊന്നും പാലിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് കുഞ്ഞോറ മലയിലെത്തുമ്പോഴാണ്. കുഞ്ഞോറ മലയിൽ ഇപ്പോഴും അപകടകരമായ സാഹചര്യം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായപ്പോൾ വീണ്ടും പലയിടത്തു നിന്നും മണ്ണിടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുന്നിൻ്റെ വക്കിലൊക്കെ താമസിക്കുന്ന നിരവധിയായ വീട്ടുകാരാണിപ്പോൾ ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യം വരുന്നത്. ആ വീട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ വീടിൻ്റെ അതൊക്കെ വളരെ അടുത്താണ്. അതായത് കുന്നിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സോയിൽ നെയിലിംഗ് ചെയ്തിരിക്കുന്ന ഭാഗത്തുകൂടി ഇപ്പോഴും വെള്ളം ഒഴുകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വീടിനൊക്കെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഏതായാലും ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് പറയുമ്പോഴും ഇവർക്ക് ആവശ്യമായ വാടക പോലും, മാറി താമസിക്കാൻ ആവശ്യമായ വാടക പോലും പലർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഈ കുന്നിടിച്ചിലിന് അല്ലെങ്കിൽ ഈ ഇടിയലിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താനും കമ്പനികൾക്ക് കഴിയുന്നില്ല. ഇത് വകാട് കമ്പനിയാണ് ഇവിടെ ഈ സ്ട്രെച്ചിൽ പണിയെടുക്കുന്നത് എന്നുള്ളതാണ്. നാട്ടുകാർ ഇപ്പോഴും പ്രതിഷേധം തുടരുക തന്നെയാണ്. നാട്ടുകാർ ഇന്നിപ്പോൾ കർക്കിടക വാവിൻ്റെ അവധിയൊക്കെ ആയതിനാൽ ഇന്ന് പ്രതിഷേധമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മാസങ്ങൾക്ക് ശേഷവും പ്രതിഷേധം തുടരുന്ന സാഹചര്യം തന്നെയാണ്. പലയിടങ്ങളിലായി ഇപ്പോഴും ചെറിയ രീതിയിൽ മണ്ണിന് വിള്ളൽ വീണുകൊണ്ടിരിക്കുന്നു. ഈ വിണ്ട് കീറി ഇങ്ങോട്ടേക്ക് വീണ മണ്ണ് പോലും എടുത്തു മാറ്റുന്നതോ അല്ലെങ്കിൽ അതിനുവേണ്ട ഒരു പ്രവൃത്തികളോ ഇവിടെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപകടകരമായ സാഹചര്യത്തിൽ കുന്നുകൾ ഇങ്ങനെ നിലനിൽക്കുന്നു. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഒരുപാട് വീടുകൾക്ക് പ്രശ്നമുണ്ടാകും. തൊട്ടടുത്ത ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീട്, ഈ വീട്ടിലുള്ള ആളുകൾക്ക് വാടക കിട്ടാതായതോടുകൂടി അവർ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരിപ്പോൾ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് മാറി താമസിച്ചു എന്നാണ് അറിയുന്നത്. അത്തരത്തിൽ വാടക കൊടുക്കുമെന്ന ഉറപ്പ് പോലും പാലിക്കപ്പെടാതെ, അന്ന് ഉണ്ടാക്കിയിരുന്ന യാതൊരു ഉറപ്പുകളും പാലിക്കപ്പെടാതെ, സുരക്ഷാ മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെയാണ് ഇപ്പോഴും ഇത്തരത്തിൽ ദേശീയപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. മാസങ്ങൾക്ക് മുൻപാണ് കുഞ്ഞോറ മലയിൽ ഇടിഞ്ഞതെങ്കിൽ ആ ഇടിയലിൻ്റെ തുടർച്ച ഇപ്പോഴും ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മണ്ണിങ്ങനെ കുത്തനെ വീണുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പലയിടത്തും മണ്ണ് മഴയിൽ കുതിർന്ന് നനഞ്ഞ അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണ് എളുപ്പത്തിൽ ഊരിപ്പോരാനുമുള്ള സാധ്യതയുമുണ്ട്. ഇത് വലിയ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ സൃഷ്ടിക്കുക. ഈ റോഡും അതുപോലെ പരിസര പ്രദേശങ്ങളും ഒക്കെ ചെളിക്കുളമാകുന്നു. നാട്ടുകാർക്ക് ഇതിൽ നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. ഏതായാലും ഗുരുതരമായ സാഹചര്യം തന്നെയാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് മലബാറിലെ മറ്റു പലയിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളതുപോലെ കുഞ്ഞോറ മലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. സുജയ, വിവരങ്ങൾ നൽകിയത് സാനിയ മനോമിയാണ്.